ശരീഅത്തിൽ ഒരു ഇബാദത്തും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. അത് നിബിതങ്ങളെ മദ്ഹായാലും ശരി, നിബിതങ്ങളെ പൊരിശവറയിലായാലും ശരി, നിബിതങ്ങൾക്ക് വേണ്ടി സദഖ ചെയ്യലായാലും ശരി, പാവങ്ങൾക്ക് തീറ്റിക്കലായാലും ശരി, എന്ത് തന്നെയായിരുന്നാലും ശരി, റബീഉൽ അവ്വൽ മാസവുമായിട്ട് ഈ കാര്യങ്ങൾക്ക് ബന്ധം ഉണ്ടാകാൻ പാടില്ല. അത് ബിദ്അത്താണ്. എന്തുകൊണ്ടത് ശരീഅത്തിലുള്ളതല്ല. കാരണം അഷ്റഫുൽ ഖൽഖിന്റെ കാലത്ത് 23 കൊല്ലക്കാലം നിബിതങ്ങൾ ജീവിച്ചു. ആ 23 കൊല്ലവും റബീഉൽ അവ്വൽ മാസത്തിലേറ്റൊരു കാരണങ്ങൾ നടത്തിയിട്ടില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് 2 കൊല്ലവും ചില മാസങ്ങളും ഖലീഫയായി. അഷ്റഫുൽ ഖൽഖിന്റെ പുതിയാപ്പളയാണ് അബൂബക്കർ സിദ്ദീഖ്, അമ്മോശനാണ് അബൂബക്കർ സിദ്ദീഖ്. പുതിയാപ്പളന്റെ ജന്മദിനം എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് ഒരു പരിപാടി നടത്തിയിട്ടില്ല. ഖത്താബിന്റെ മകൻ ഉമർ റസൂലുള്ളാഹി തങ്ങളുടെ അമ്മോശനാണ്, 10 കൊല്ലം രാജ്യം ഭരിച്ചു. അപ്പോഴും റബീഉൽ അവ്വൽ മാസത്തെ കേന്ദ്രീകരിച്ചുള്ള പരിപാടി ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 പെൺമക്കളെ കെട്ടിയ പുതിയാപ്പളയാണ്. അവിടുത്തെ കാലത്തും റബീഉൽ അവ്വലിന്റെ പരിപാടി ഉണ്ടായില്ല. ഖുലഫാഉർ റാഷിദിന്റെ കാലത്തുണ്ടായില്ല, താബിഈങ്ങളുടെ കാലത്തുണ്ടായില്ല, തബഉ താബിഈങ്ങളുടെ കാലത്തുണ്ടായില്ല. നേരത്തെ നാരിയത്തുസ്സലാത്ത് പറഞ്ഞ പോലെ ഹിജ്റ 6-ാം നൂറ്റാണ്ടില് ഇറാഖ് രാജ്യം ഭരിച്ച മുളഫർ രാജാവ് അധികാരം നിലനിർത്താൻ റബീഉൽ അവ്വൽ മാസത്തിൽ മുസ്ലിയാക്കന്മാരെയും നാട്ടുകാരെയും കൂട്ടി ബിരിയാണി കൊടുത്തു, തെച്ചോറ് കൊടുത്തു. ആ തെച്ചോറ് കൊടുക്കല് പിറ്റത്തെ കൊല്ലം മറ്റു രാജാക്കന്മാരും ചെയ്തു. 2-3 കൊല്ലം രാജാക്കന്മാർ ചെയ്തപ്പോൾ പിന്നെ വന്നവർ അതൊരാചാരമാക്കി, പിന്നെ വന്നവർ അതൊരു അനുഷ്ഠാനമാക്കി, പിന്നെ വന്നവർ അതൊരു ആദർശമാക്കി. ചെയ്യാൻ വേണ്ടി ഹാജരാക്കുമ്പോൾ ആദ്യം എന്നെ ഹാജരാക്കും. നീ പറഞ്ഞതും നീയുമായിട്ട് എന്ത് ബന്ധമുണ്ട് എന്നെ ചോദ്യം ചെയ്യും. അതിന് മറുപടി ഞാൻ പറയണം. 1-ാം പ്രതി ഞാനാ, 2ാമത് കേൾക്കുന്ന നിങ്ങളാ. ഇന്ന സമയത്ത് നിങ്ങളോട് ഇന്നത് പറഞ്ഞു തന്നിട്ടില്ലേ, എന്താണ് നിങ്ങൾ അതിന് പ്രതികരിച്ചത് നിങ്ങളോട് ചോദിക്കും. 2ാമത്തെ പ്രതി നിങ്ങളാ. 3ാമത് പരിസരത്തുള്ള മുഴുവൻ ജാതി മത ഭേദമന്യേ മുഴുവനോടും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ മുഹമ്മദുർ റസൂലുള്ളാഹി അബ്ദു, ഈ സന്ദേശം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞങ്ങൾ ഗാഫിലീങ്ങളായി പോയി, ഞങ്ങൾക്കാരും പറഞ്ഞു തന്നിട്ടില്ല എന്ന് വല്ലാഹി നിങ്ങൾക്ക് പറയാൻ സാധിക്കാൻ പാടില്ല. അതിനോടൊപ്പം എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട്, സഹോദരങ്ങളോട്, അനിയന്മാരോട്, അനിയത്തിമാരോട്, പെങ്ങന്മാരോട്, ഉമ്മമാരോട് മരണം തൊണ്ടക്കുള്ളിൽ വരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ആധിപത്യത്തിലുള്ള വിശ്വാസം ക്ലിയറാക്കിക്കൊള്ളുക, ഈമാൻ സഹിയാക്കിക്കൊള്ളുക. എന്താണ് ഈമാൻ സഹിയാക്കുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ പറ്റി മാത്രം കേട്ടുകൊണ്ടിരിക്കുക, അള്ളാഹുവിന്റെ ഇടപെടലുകളെ പറ്റി മാത്രം ചർച്ച ചെയ്യുക, ഈമാന് വേണ്ടി ദുആ ചെയ്യുക. എങ്ങനെ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹിനെ പറ്റി പറയുന്നത്, അള്ളാഹിനെ പറ്റി കേൾക്കുന്നത്, അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുന്നത്, ദുആ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് പറയും പോലെ മാത്രമേ ചെയ്യുള്ളൂ. അവിടെ ഞാനൊരു ശൈഖിനെ കൊണ്ടുവരൂല, അവിടെ ഞാനൊരു മൗലാനെ കൊണ്ടുവരൂല, അവിടെ ഞാനൊരു വലിയനെ കൊണ്ടുവരൂല. എനിക്ക് ആകെ ഒരു രാജപാതയേ ഉള്ളൂ. ആ രാജപാത മുഹമ്മദുർ റസൂലുള്ളാഹ്. എനിക്കൊരു മഖ്സദേ ഉള്ളൂ. ആ മഖ്സദ് അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാഹ് സുമ്മ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും തൗഫീഖ് ഉണ്ടെങ്കിൽ കണ്ടുമുട്ടാം. അള്ളാഹിന്റെ വഹദാനിയത്ത് ഇങ്ങനെ പറയാം, ഇങ്ങനെ കേൾക്കാം, ഇങ്ങനെ പറയിപ്പിക്കാം, ഇങ്ങനെ കേൾപ്പിക്കാം, മരിക്കുന്നത് വരെ. അവസാനം മരിക്കാൻ നേരത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ കാന ആഖിറു ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഏതൊരുത്തന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയോ അവൻ സ്വർഗത്തിലായി എന്നല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. തീർച്ച പറഞ്ഞു. ഏതൊരുത്തൻ ഏതൊരു കാര്യം നാവിൽ പതിവാക്കിക്കൊണ്ടിരിക്കുന്നോ അതായിരിക്കും മരിക്കുന്ന നേരത്ത് നാവിൽ വരിക. തങ്ങളേന്ന് വിളിക്കുന്ന ആളാണെങ്കിൽ മരിക്കുമ്പോഴും മിക്കവാറും തങ്ങളേന്നായിരിക്കും പറയുക. അതേപോലെ എന്താണോ നാവിൽ സാധാരണ പറയാറ് അതായിരിക്കും മരിക്കുന്ന നേരത്ത് പറയും. കാരണം മരിക്കുന്ന നേരത്ത് തൗഫീക്ക് കൊണ്ടേ പറയാൻ കഴിയുള്ളൂ, പറയിപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റൂല. ജീവിതത്തിൽ എന്താണോ പറഞ്ഞ് ശീലിച്ചത് അതായിരിക്കും മരിക്കാൻ നേരത്ത് പറയുക. നമുക്കതുകൊണ്ട് ജീവിതകാലത്ത് ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹു മാത്രം, അല്ലാഹു മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ പറഞ്ഞ് നാക്കിന് തഴക്കം വരണം. മരിക്കുന്ന നേരത്തും ആര് പറഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ. എന്നിട്ട് ആ അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടണം, അള്ളാഹുവിനെ സന്തോഷവാനായിട്ട് കണ്ടുമുട്ടണം. എന്നിട്ട് അള്ളാഹുവിന്റെ അയൽവക്കത്ത് കഴിച്ചുകൂടാൻ നമുക്ക് കഴിയണം. അതിന് നമ്മുടെ ഈമാൻ സഹിയാകണം. ആ ഈമാൻ ഇസ്തിഖാമത്താവാൻ അമലുകൾ സഹിയാവണം. അമലുകൾ സഹിയാവാൻ മുഹമ്മദി റിസാലത്ത് തഹ്ഖീഖാവണം. അല്ലേ? അള്ളാഹു ഇൽമിൽ ബർക്കത്തും അമലിന് തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു താല ഈ സംവിധാനം ഒരുക്കിയ ആ കുട്ടികൾ, അള്ളാഹു താല ഖത്താബിന്റെ മകൻ ഉമറിനെ പോലെ, ഹംസത്തുൽ കറാറിനെ പോലെ, അലിയുൽ മുർത്തലയെ പോലെ ആ മക്കളെ അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മക്കളുടെ മെനക്കെടലിലുണ്ടായ ഈ ശബ്ദം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയും അള്ളാഹു
കോടിക്കണക്കിന് ജനത്തിന് ഹിദായത്തിന് അത് സബബാക്കുകയും അതിന്റെ ഒക്കെ പ്രതിഫലം ആ മക്കൾക്കും ആ മക്കളുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും അള്ളാഹു നസീബാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. അള്ളാഹു തആല പ്രകാശിക്കുന്ന ഈമാൻ നസീബാക്കി തരട്ടെ. ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ മരിക്കുന്ന നേരത്താക്കി തരട്ടെ. സുന്നത്തും ഫർളുമായ അമലുകളെ കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ താക്കത്തുള്ളതാക്കി തരികയും ചെയ്യട്ടെ. നമ്മുടെ രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, ക്ഷയരോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ഇവിടെ ഒരു സഹോദരൻ എഴുതി അറിയിച്ചു അവരുടെ സ്വന്തക്കാർക്ക് അസുഖം കൊണ്ട് വിഷമിക്കുന്നു. മറ്റൊരു സഹോദരൻ ആശുപത്രി എന്തോ ഓപ്പറേഷന് വേണ്ടി കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫയാക്കി കൊടുക്കട്ടെ. കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ, ഏതെല്ലാം രീതിയിൽ ആശുപത്രികളിൽ കഴിയുന്നവർ, വീടുകളിൽ കഴിയുന്നവർ, അള്ളാഹു കരുണയുള്ള അള്ളാഹ്, കൃപയുള്ള റഹ്മാനായ റഹീമായ അള്ളാഹ് അവന്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫാ നസീബാക്കി കൊടുക്കട്ടെ. അവരിൽ നിന്ന് അള്ളാഹു തആല തിരിച്ചെടുത്ത ആഫിയത്ത് പൂർണ്ണമായ രീതിയിൽ ഔദാര്യപൂർവ്വം മടക്കി കൊടുക്കുകയും അത് മരിക്കുന്നത് വരെ നിലനിർത്തി കൊടുക്കുകയും ചെയ്യട്ടെ. നമുക്ക് അത്തരം രോഗങ്ങളൊന്നും വരാതെ അള്ളാഹ് കാക്കുകയും നമുക്ക് അള്ളാഹു തആല ഔദാര്യമായിട്ട് തന്ന ആഫിയത്തിനെ ഒരു പോർലും ഏൽക്കാതെ അള്ളാഹു നിലനിർത്തി തരികയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ ബാപ്പമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ കൂട്ടുകുടുംബാദികൾ ബർസഖിന്റെ ലോകത്ത് കഴിച്ചുകൂട്ടുകയാണ്, കാത്തിരിപ്പിന്റെ ലോകത്ത്. ചിലർ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ സന്തോഷത്തിലാണ്, ചിലർ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ അകലത്തിൽ, ദൂരത്തിൽ, ബുദ്ധിമുട്ടിലാണ്. അള്ളാഹു എല്ലാവരെയും അള്ളാഹിന്റെ അടുക്കൽ സന്തോഷിക്കുന്ന ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. നമ്മൾ മരിച്ച് ബർസഖിലെത്തിയാൽ അവരോടൊപ്പം ചെന്ന് ചേരാനും ജന്നത്തുൽ ഫിർദൗസിൽ അവരെയും കൂട്ടിയെത്താനും നമ്മുടെ തൗഹീദിന്റെ ഈമാന്റെ രേഖകൾ പരിശോധിച്ച് അത് അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ട് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നവരോടൊപ്പം അവന്റെ അയൽവക്കക്കാരായി കാലാകാലം കഴിയുന്നവരോടൊപ്പം കൂടാൻ എന്താണോ വേണ്ടത് മരിക്കുന്നതിന് മുമ്പ് അത് അള്ളാഹു നമുക്ക് പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ. أقول قولي هذا والله أعلم وأستغفر الله العظيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك سبحان ربك اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.